നമസ്കാരം. പശ്ചിമേഷ്യയിൽ മാസങ്ങളായിട്ട് പുകയുന്ന യുദ്ധാഗ്നി അണയ്ക്കാൻ മുൻകൈയെടുക്കുന്നതിലൂടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ വിദേശ നയത്തിൽ വലിയ മാറ്റം വരുത്തുന്നതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലോകത്തെ വിനാശകരമായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിടുമെന്ന് നേരത്തെ ഭീഷണി മുഴക്കിയിരുന്ന ട്രംപ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തികച്ചും വ്യത്യസ്തമായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇസ്രായേലിൻ്റെ സൈനിക ആക്രമണങ്ങൾ കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്നതിലൂടെയും അതുപോലെ തന്നെ പുതിയ യുദ്ധമുറകൾ വേണ്ടെന്ന് വെക്കുന്നതിലൂടെയും ഒക്കെ തന്നെ ഒരു ആയുധം താഴെ വെച്ച പ്രതീതിയാണ് വൈറ്റ് ഹൗസ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. ആഗോളതലത്തിൽ യുദ്ധവിരുദ്ധ വികാരം ശക്തമാകുന്നതിനിടയിൽ ട്രംപിൻ്റെ ഈ പിന്മാറ്റം ലോക സമാധാനത്തിന് പുതിയ പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ ഈ പെട്ടെന്നുള്ള നിലപാട് മാറ്റത്തിന് പിന്നിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള അഭിപ്രായ ഭിന്നതകളാണെന്നും നിരീക്ഷകർ കരുതുന്നുണ്ട്. നേരത്തെ ഇസ്രായേലിൻ്റെ സൈനിക നീക്കങ്ങളെ പൂർണ്ണമായിട്ട് പിന്തുണച്ചിരുന്ന ട്രംപ് ഇപ്പോൾ നെതന്യാഹുവുമായിട്ട് അകൽച്ചയിലാണെന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ആക്രമണങ്ങൾ അനാവശ്യമായിട്ട് നീട്ടിക്കൊണ്ടു പോകുന്നതിനോട് അമേരിക്കയ്ക്ക് താല്പര്യമില്ല. ഇതിന് പുറമെ അമേരിക്കയ്ക്ക് ഉള്ളിൽ നിന്ന് തന്നെയുള്ള പ്രാദേശികവും രാഷ്ട്രീയപരവുമായിട്ടുള്ള വലിയ സമ്മർദ്ദങ്ങൾ ട്രംപിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഈ പ്രതിസന്ധികളെ മറികടക്കാനാണ് സൈനിക പിന്മാറ്റമെന്ന മാർഗം അദ്ദേഹം സ്വീകരിക്കുന്നത് എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. എങ്കിലും തോൽവി സമ്മതിക്കാൻ തയ്യാറാകാത്ത ട്രംപ് തൻ്റെ പിന്മാറ്റത്തെ ഒരു വൻ വിജയമായിട്ടാണ് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇറാൻ്റെ സൈനിക ശേഷി തങ്ങൾ പൂർണ്ണമായിട്ട് തകർത്തുവെന്നും അവരുടെ ആണവ നിലയങ്ങൾ ഇപ്പോൾ നിഷ്ക്രിയമാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. ഇറാൻ്റെ ഭരണ നേതൃത്വത്തിന് വലിയ ആഘാതം ഏൽപ്പിക്കാൻ കഴിഞ്ഞതിനാൽ തന്നെ ഇനി യുദ്ധം തുടരേണ്ട സാഹചര്യമില്ലെന്നാണ് ട്രംപിൻ്റെ വാദം. ഈ അവകാശവാദങ്ങളിലൂടെ തൻ്റെ പിന്മാറ്റത്തെ ഒരു തന്ത്രപരമായിട്ടുള്ള വിജയമായിട്ട് ചിത്രീകരിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. ഒരു ഡബിൾ ഗെയിം കളിച്ചുകൊണ്ട് സ്വന്തം പ്രതിച്ഛായ രക്ഷിക്കാനുള്ള നീക്കമാണിതെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിൻ്റെ സുരക്ഷാ ചുമതലയിൽ നിന്നും അമേരിക്ക കൈകഴുകുന്നത് ആഗോള സാമ്പത്തിക മേഖലയിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ഈ മേഖലയിലൂടെയുള്ള കപ്പൽ ഗതാഗതം സംരക്ഷിക്കേണ്ടത് അത് ഉപയോഗിക്കുന്ന രാഷ്ട്രങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണെന്നും അമേരിക്കയുടെ പണിയല്ലെന്നും ട്രംപ് തുറന്നടിച്ചു. 32 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന നാറ്റോ സഖ്യം തൻ്റെ ആവശ്യങ്ങളെ പിന്തുണയ്ക്കാത്തതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ പ്രമുഖ രാജ്യങ്ങൾ സൈനിക സഹായം നൽകുന്നത് വിസമ്മതിച്ചതോടെയാണ് ഈ മേഖലയിലെ സുരക്ഷാ ചുമതലകളിൽ നിന്നും പിന്മാറുന്നതിനായിട്ട് ട്രംപ് തീരുമാനിച്ചത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെയും സൈനിക വക്താക്കളുടെയും ഒക്കെ തന്നെ മുന്നറിയിപ്പുകൾ അമേരിക്കൻ പ്രസിഡന്റിനെ കാര്യമായിട്ട് ചിന്തിപ്പിച്ചിട്ടുണ്ടെന്നാണ് വിവരം. വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്ക നേരിട്ട കനത്ത തിരിച്ചടിയെ അനുസ്മരിച്ചുകൊണ്ടായിരുന്നു ഇറാൻ്റെ പ്രതികരണം. അന്ന് US സൈനികർ കൂട്ടമായി മരിക്കുമ്പോഴും രാജ്യം ജയിക്കുകയാണെന്ന് അവകാശപ്പെട്ട ഭരണാധികാരികളുടെ അവസ്ഥ ട്രംപിന് ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇതിന് പുറമെ അമേരിക്ക ആക്രമണം തുടർന്നാൽ മേഖലയിലെ എല്ലാ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളും തകർക്കുമെന്ന ജനറൽ അബോൾ ഫസലിൻ്റെ ഭീഷണിയും വൈറ്റ് ഹൗസിനെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു ഔദ്യോഗിക വെടിനിർത്തൽ കരാറിന് ട്രംപ് തയ്യാറല്ല. ശത്രുവിനെ പൂർണ്ണമായിട്ട് അടിച്ചമർത്തി കഴിഞ്ഞാൽ പിന്നെ വെടിനിർത്തലിൻ്റെ ആവശ്യമില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. വിജയിച്ചോ തോറ്റോ എന്ന തർക്കങ്ങൾ നിലനിൽക്കുമ്പോഴും പാതി വഴിയിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഈ ഒരു നീക്കം, ആ ഒരു തീരുമാനം പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സഹായിക്കും. സൈനികമായിട്ടുള്ള വീരവാദങ്ങൾ തുടരുമ്പോഴും രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കാനുള്ള ഈ ഒരു നീക്കം അത് ആഗോളതലത്തിൽ ആശ്വാസത്തോടെയാണ് ഇപ്പോൾ എല്ലാവരും നോക്കിക്കാണുന്നത്.